സിസ്റ്റർ പറഞ്ഞു ഇതിൽ ബിസ്ക്കറ്റ് ഉണ്ടെന്ന്. അല്ല ബിസ്ക്കറ്റ് അല്ല, ഫുഡ് ഉണ്ടെന്ന്. സിസ്റ്റർ പറഞ്ഞു ബിസ്ക്കറ്റ് ആണെന്ന്. ഇതിൽ ബിസ്ക്കറ്റ് പോലും ഇല്ലാന്ന് തോന്നുന്നു എനിക്ക്. ഇവിടെ ഫുള്ള് കൃഷിയാണ്, നല്ല രസമുണ്ട്, അടിപൊളി കേട്ടോ. കാണുന്നതാണ് കേട്ടോ നമ്മുടെ മലയാളി സിസ്റ്റർമാര്, അവരുണ്ടാക്കിയതാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു പ്ലാനില്ലായിരുന്നു ഞാൻ. എൻ്റെ അപകടമൊക്കെ അറിഞ്ഞല്ലോ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കഴിഞ്ഞു. പാസ്പോർട്ട് കിട്ടാനായിട്ട് ഇനി 15 ദിവസം എടുക്കും. എൻ്റെ പാസ്പോർട്ട് ഡാമേജ് ആയി. പുതിയ പാസ്പോർട്ട് എടുക്കാനായിട്ട് അപ്ലൈ ചെയ്തു. 15 ദിവസം എടുക്കും. പുതിയ ഫോണില്ല. ഫോൺ ചിലപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഒരു ഫോൺ വാങ്ങും. അപ്പോൾ അത് നാട്ടിൽ നിന്ന് കൊണ്ടുവരണം, ആരെങ്കിലും കൊണ്ടുവരണം. അതിന് മുന്നേ ദുബായിൽ നിന്ന് ആരെങ്കിലും നാട്ടിലോട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കണം. ദുബായിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് നാട്ടിലോട്ട് കൊടുത്തു വിട്ടിട്ട് അത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഒരാളുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ പ്ലാനും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ എൻ്റെ കൊച്ച് ഒരു കയ്യിലുള്ള ഫോൺ വെച്ചിട്ടാണ് ചെയ്തത്. അത് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ്. ആ ഫോൺ വെച്ചിട്ട് വീഡിയോ ചെയ്തപ്പം ആരോ ഒരാൾ കമൻറ്റ് ഇട്ടു. ആ കമൻറ്റ് ഞാൻ കണ്ടു, ഇത് വെച്ചെടുത്താൽ നല്ല വീഡിയോ ഒന്ന്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എന്തുകൊണ്ട് വീഡിയോ എടുത്തുകൂടാ. ഞാൻ വിചാരിച്ചു ഒരു 10-15 ദിവസം ഇനി വീഡിയോ ഒന്നും ഇല്ലാതിരിക്കാമെന്ന് വിചാരിച്ചാണ്, ഒന്ന് റെസ്റ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഇവിടെ തുടങ്ങുവാണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ ഞാൻ മരിച്ചിനി ഉണ്ടാക്കി, മരിച്ചിനി ഓവലിലിട്ട് ഉണ്ടാക്കി. പിന്നെ ഇവിടെ മുട്ടയും കുറച്ച് സ്ക്രാബിൾഡും. ഇവിടെ ലൂസ്, ഹലോ, ലൂസിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ ഞാൻ. ¿Cómo estás, Luz? Muy bien, feliz de conocerte. Una buena aventura. Mis saludos. Muchas gracias. Nos vemos. ഇന്ന് ലൂസ് ബൊളീവിയയിലോട്ട് പോവാണ്. ഞാനിന്ന് വേറെ നമ്മുടെ സിസ്റ്ററില്ലേ, സിസ്റ്ററിൻ്റെ അടുത്തോട്ട് പോവാണ് കേട്ടോ. ഞാനിവിടെ ഒരു 3 ദിവസമായിട്ട് ഇവിടെ ആയിരുന്നു. ഇനി ഞാൻ സിസ്റ്ററിൻ്റെ അങ്ങോട്ട് പോവാണ് ഇന്ന്. ഞാൻ ഭക്ഷണം കഴിച്ച് പുറത്തോട്ട് ഇറങ്ങി ബസ് പിടിച്ച് നമ്മുടെ സിസ്റ്ററിൻ്റെ അങ്ങോട്ട് പോവാണ്. എന്നിട്ട് സിസ്റ്ററിനെയും കൂട്ടി സിസ്റ്റർ വേറെ മലയാളി സിസ്റ്ററിൻ്റെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടി പോവാം. ഇതാ ഈ കാണുന്നത് നമ്മുടെ ബസ് സ്റ്റാൻഡ്. ഇതിൽ ക്ലിയർ ആവുന്നില്ലല്ലോ വീഡിയോ എടുക്കുമ്പോൾ. നിർത്തൂ എൻ്റെ ബസ്സേ. അയ്യോ നല്ല തിരക്കാ, ഫുൾ ആളുകളാണല്ലോ. നമ്മുടെ സിസ്റ്ററിൻ്റെ സ്കൂളിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഒരു ക്രിസ്ത്യൻ സ്കൂളാണ്. ഈ കാണുന്നത് അവരുടെ പള്ളി, അവരുടെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു സിസ്റ്റർ ഇവിടുത്തെ പ്രിൻസിപ്പളാണ്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്കറിയാം. ഭയങ്കര സ്നേഹമാണ് കേട്ടോ. Bien, ¿cómo estás? No lo haga eso. ¿Cómo estás? Say hi. കുറേ ഫാൻസ് ഉണ്ടല്ലോ. ഫാൻസിൻ്റെ അടുത്ത് ഹായ് പറ. ലാസ്റ്റ് വീഡിയോയുടെ ഭയങ്കര ഫാൻസ് കേട്ടോ. നമ്മളൊക്കെ മറക്കോ ഇനി? അല്ല ഇനി നമ്മളെ മറക്കോന്നാണ് പേടി. എന്നിട്ട് എനിക്ക് പഴമൊക്കെ തന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ പെട്ടെന്ന് ഐ ജസ്റ്റ് റിമെമ്പേർഡ് മൈ ഫാദർ, മൈ സ്കൂൾ ഫാദർ. എൻ്റെ +2+1 പഠിപ്പിച്ച എൻ്റെ ശാന്തൻ ചെരുവിൽ അച്ഛനെയാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ. പുള്ളി നല്ലൊരു സ്നേഹമുള്ളതാണ്. പുള്ളി ഒരിക്കലും വിവാദമൊക്കെ ആയതാണ് കേട്ടോ. ഒരു കുട്ടിയെ എന്തോ ക്ലാസ്സിൽ കയറ്റാതെ പുറത്ത് വെച്ചു. അങ്ങനെ മനോരമ ന്യൂസും കുറേ ന്യൂസുകാരൊക്കെ വന്ന് പുള്ളിയെ എയറിലാക്കി. നല്ല അച്ഛനാണ്. നമ്മുടെ അവിടുന്ന് നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോവാണ്. ലിമയിൽ ഫുൾ ഇതുപോലുള്ള മലകളാണ് കേട്ടോ. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ഒരു ഡ്രൈയസ്റ്റ് ക്യാപിറ്റലാണ് നമ്മുടെ ലിമ എന്ന് പറയുന്നത്. ഈ മലയിലൊക്കെ കുറേ വീടുകളാണ്. ആ വീടുകളൊന്നും ഈ ഫോണിൽ സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഒരു പരിധിയില്ല കേട്ടോ ഇതിൽ. കറക്റ്റ് നമ്മുടെ ലേ ലഡാക്കൊക്കെ പോകുന്ന യാത്ര ചെയ്യുന്ന ഒരു ഫീല്.
ധാരാളം ഓട്ടോറിക്ഷകളുണ്ട്. ബജാജ് അല്ലേ, ബജാജ് ഓട്ടോറിക്ഷകൾ. ബീച്ച് റൈഡ്. നമ്മുടെ അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. പ്രിൻസ് ഇവിടെ നമ്മുടെ ഫുള്ള് കൃഷിയാണല്ലോ. നമ്മുടെ വേറെ മലയാളി സിസ്റ്റർ സിസ്റ്റർ ഹായ് പറയൂ. ഹായ് സിസ്റ്റർ. ഓ ഇത് നമ്മുടെ മറാക്കുയ. എനിക്ക് വന്നപ്പം തന്നെ എനിക്ക് മറാക്കുയ ആണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് സാധനം. പാഷൻ ഫ്രൂട്ട് മലയാളത്തിൽ എന്താ? മലയാളത്തിൽ എനിക്ക് മറന്നു കേട്ടോ. അയ്യോ, ഇവിടെ ഫുള്ള് കൃഷിയാണ്. നല്ല രസമുണ്ട്, അടിപൊളി കേട്ടോ. ഇവിടെ ഇല്ല നമ്മുടെ അവക്കാടോ. വാ, ഇവിടെ എല്ലാം ഉണ്ട്. അവക്കാടോ, തെങ്ങ്, തേങ്ങ, പിന്നെ വേറെ ഗിനിപ്പന്നികള്, കോഴി. ഇവിടെ വേറെ സിസ്റ്റർ ഉണ്ട്, നാണം കേട്ടോ സിസ്റ്ററിന്. ഇവിടെ നാണ്ടെ താറാവുണ്ട്. താറാവിന് കുഴപ്പമില്ലല്ലോ, താറാവ് നല്ല സ്ഥലത്തല്ലാന്ന് കേട്ടോ, അതുകൊണ്ട് വീഡിയോ എടുക്കണ്ടെന്ന്. വെള്ളം മാത്രമേ തന്നെ പോണു. ഒരെണ്ണം കയറി എല്ലാരും കയറും. ഉള്ളി കയറി പഴകിട്ടില്ലെന്നാ തോന്നുന്നത്. ആ ചേച്ചി ഇപ്പോഴും വെളിയിലിട്ടിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ നമ്മുടെ പുറത്തായിട്ട് കടലാണ്. ഈ കാണുന്ന കോമ്പൗണ്ടിൻ്റെ തൊട്ട് പുറത്ത് ഇവിടെ സ്കൂളൊക്കെ ഉണ്ട്. ഞാൻ നാളെ പകൽ കാണിച്ചു തരാം. ഇവിടെ ഒരു റോസ് ഗാർഡൻ. നമ്മുടെ പ്രാർത്ഥനയും ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റൂമിലോട്ട് വന്നിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് കേട്ടോ. 3 സിസ്റ്റർമാരവിടെ ഉണ്ട്. 2 സിസ്റ്റർമാരുണ്ട്. ഞാൻ അധികം സിസ്റ്റർമാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല, നാളെ വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അപ്പോൾ ഞാൻ കിടക്കാൻ വേണ്ടി പോകണം കേട്ടോ. നല്ല ഭക്ഷണമായിരുന്നു. ഫുഡ് എടുത്തില്ല. ചോറുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, സൂപ്പ് ഉണ്ടായിരുന്നു. നല്ല ഭക്ഷണമായിരുന്നു. ഞാനങ്ങനെ ഇന്നലെ രാത്രി കിടന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. സിസ്റ്ററിനെ കൊണ്ട് ഹായ് പറയിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമിച്ചിട്ട് നടക്കുന്നില്ല കേട്ടോ. അത് വേറെ സിസ്റ്ററാന്ന് പറയാം, ഞാനല്ല. അല്ല, അത് തന്നെ വേറെ സിസ്റ്ററാ കേട്ടോ, നമ്മുടെ പുഷ്പ സിസ്റ്റർ അല്ല. സിസ്റ്റർ ഹായ്. ഇത് നമ്മുടെ സിസ്റ്റർ ഇവിടെ കോട്ടയത്ത് നിന്നല്ലേ? സിസ്റ്റർ കോട്ടയത്ത് നിന്നാണ്. പിന്നെ വേറൊരു സിസ്റ്റർ തൃശ്ശൂർ എന്നാണ്. പിന്നെ രാവിലെ സിസ്റ്റർ നമുക്ക് പുട്ടുണ്ടാക്കി തന്നു. പുട്ട്, കടല, പഴം. സിസ്റ്റർ അവിടെ നിൽക്കുകയാണ് കേട്ടോ. സിസ്റ്റർ ഹായ് പറയൂല. സിസ്റ്റർ ഒരു ഹായ് പറയോ? ആളുകളായിട്ട് കാണട്ടെ. സിസ്റ്ററാണ് എന്നെ ടേക്ക് കെയർ ചെയ്തേന്ന്. ഒരു ഹായേ ഉള്ളൂ. ഓ, അത്ര സിമ്പിളാക്കിയല്ലേ? വില കൂടുതലാണ്. സിസ്റ്റർ എവിടെ നാട്ടില്? ഞാൻ തൃശ്ശൂര് മുരുക്കുങ്ങലുണ്ട്. എത്ര വർഷമായി ഇവിടെ? ഇവിടെ വന്നിട്ട് 23 വർഷം. 23 വർഷം. ഓക്കെ, ഇനി കുഴപ്പമില്ല. സന്തോഷായില്ലേ സിസ്റ്ററിന്? സിസ്റ്റർ ഞാൻ ഓരോ വീഡിയോ എടുക്കുമ്പോഴും കർത്താവിനെയൊക്കെ വിളിക്കുന്നു. എന്താ ഇംഗ്ലീഷ് അല്ലേ? അത് കുഴപ്പമില്ല. ബിയൻവെനീദോ ഡിയർ സിസ്റ്റേഴ്സ്. ഇവിടെ വെനീദോസ് ഡിയർ സിസ്റ്റേഴ്സ്. സിസ്റ്റർമാരെ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇവിടെ എന്നെ അക്സെപ്റ്റ് ചെയ്തു അല്ലേ? താങ്ക് യു. തീർച്ചയായും, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുകയല്ലോ. അതെ അതെ അതെ. ഇവിടെ സാധാരണ അവിടെ ഒരു ഒരു തെറ്റോ ശരിയോ എന്ന് പറയാം. ബിയംബെനീദോസ് ഓ ബിയംബെനീദാസ് രണ്ടും വേണം ഈ പറയാം. ഓ, പിന്നെ നമ്മുടെ സിസ്റ്റേഴ്സ് വന്ന കാരണം മുന്നേ ഒരു കൂട്ടായിട്ട് വന്നല്ലോ, അപ്പൊ നമ്മള് ഡിയർ സിസ്റ്റേഴ്സ് നട്ടു. അത്രേ ഉള്ളൂ. പിന്നെ
നിങ്ങൾ രണ്ടുപേരും കാഷ്വലായിട്ട് വന്നു, അത് കാരണം നമ്മളൊരു ബിയൻബെനീത അങ്ങനെ അതായില്ല. കാരണം അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ പലതരം കൃഷിയാണ്, ഇവിടെ ഫുള്ള് കൃഷി. ആ കാണുന്നത് നമ്മുടെ ബീച്ചാണ്, നമ്മുടെ പസഫിക് ഓഷനാണ്, നമ്മുടെ സദേൺ പസഫിക് ഓഷൻ. ഇവിടെ നമ്മുടെ ചോളം, ബനാന, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ മറാക്കുയ എന്ന് പറയുന്നത് ഇവരുടെ ഭാഷയിൽ നമ്മുടെ പാഷൻ ഫ്രൂട്ടിനെ പറയുന്നതാണ്. നമ്മുടെ ഭാഷയിൽ പാഷൻ ഫ്രൂട്ടിനെ എങ്ങനെയാണെന്ന് എനിക്ക് മറന്നുപോയി. നല്ല വലിയ പാഷൻ ഫ്രൂട്ട് തറയിലൊക്കെ കുറേ കിടക്കുന്നു. അയ്യോ, പാഷൻ ഫ്രൂട്ടിൻ്റെ മലയാളം സിസ്റ്ററെ മറന്നുപോയി. ഇന്നലോട്ട് ഞാൻ ഓർക്കുവാണ് കേട്ടോ. പാഷൻ ഫ്രൂട്ടിൻ്റെ ഇത് നല്ല മണമുള്ള പാഷൻ ഫ്രൂട്ട്. പോവാ, ഇത് പറിക്കല്ലേ. ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ റിട്രീറ്റ് ഹൗസാണ്, നമ്മുടെ ധ്യാന കേന്ദ്രമാണ്. ഇതെല്ലാം റിട്രീറ്റ് ഹൗസ് അല്ലേ. ഈ കാണുന്നതെല്ലാം നമ്മുടെ റിട്രീറ്റ് ഹൗസിൻ്റെ ഭാഗവും വരുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള അക്കോമഡേഷനും സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ അവിടെ നമ്മുടെ മഠം. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സ്കൂളാണ്. ഇവിടെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ വന്ന് മൺഡേ മുതൽ ഫ്രൈഡേ വന്ന് പഠിക്കുന്ന സ്കൂള്. പിന്നെ ഈ കാണുന്ന ഇവിടുത്തെ ഒരു ഗാർഡൻ ഏരിയ, നമ്മുടെ ബീച്ച് ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട്. ഇവിടെ നമ്മുടെ ഒരു റോസ് ഗാർഡനൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ, ബ്യൂട്ടിഫുൾ. ഇതെന്ത് ഫ്ലവറാണെന്തോ, ഡെയ്സി ആണോ എന്ന് തോന്നുന്നു കേട്ടോ. നല്ല അടിപൊളി ഫ്ലവർ ഇതാ. വാവ്. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ബീച്ച്. ഇവിടെ ഫുള്ളൊരു ഫോഗിയാണ്, ഒരു മിസ്റ്റ് ഉണ്ടോ, അത് ഫുള്ള് മലകളാണ്, കറക്റ്റ് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ മീൻ പിടിക്കുന്ന ആളുകളെയൊക്കെ അവിടെ കാണാനായിട്ട് സാധിക്കുന്നതോ അങ്ങ് ദൂരെ. ഇവിടെ നമ്മുടെ വാൾ പെയിൻറ്റിങ് ആരൊക്കെ കുറേ ഗ്രാഫിക് പെയിൻറ്റിങ്സൊക്കെ ഇവിടെ അടിച്ചിട്ടുണ്ട്. കൊള്ളാം കേട്ടോ, നല്ലൊരു ഏരിയ. ഇവിടെ ഇത്രയും നല്ല ലോങ് ആയിട്ടുള്ള ഒരു ബീച്ച് ഇവിടെ ഉണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ചർച്ചിൻ്റെ കോമ്പൗണ്ട്. ചർച്ചല്ല, സോറി, നമ്മുടെ ഇവിടുത്തെ ഒരു ധ്യാനകേന്ദ്രം, ബ്രിട്ടീഷ് സെൻറ്ററിൻ്റെ ഒരു കോമ്പൗണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളി സിസ്റ്റർമാരാണ്. ഇതെല്ലാം വരുന്നത് ഓരോ ബിഷപ്പിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ ഒരു എന്താ പറയുക, ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമാണ്. ഇതുപോലെ നമ്മുടെ പല മലയാളി സിസ്റ്റർമാരും അല്ലെങ്കിൽ മലയാളി അച്ഛന്മാരും ലാറ്റിൻ അമേരിക്കയിലും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വലിയൊരു ഇൻഫ്ലുവൻസ് ആണ്. അതിൻ്റെ പ്രധാന കാരണം സെയിൻറ്റ് തോമസ് ഉൾപ്പെടെയുള്ള എന്താ പറയുക സെയിൻ്റൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്ലാനായി വിഭാഗം അല്ലെങ്കിൽ സെയിൻറ്റ് തോമസ് വന്നിട്ട് കേരളത്തിൽ അവരുടെ ഒരു പരമ്പര എന്ന് പറഞ്ഞ് കേരളത്തിൽ ഒരു ക്രിസ്ത്യൻ വിഭാഗമുണ്ട്. അവർ മാർത്തോമക്കാരാണ് കേട്ടോ, മാർത്തോമക്കാർ. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ക്രിസ്ത്യൻ പാരമ്പര്യം അല്ലെങ്കിൽ പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെയധികം വലുതാണ് കേട്ടോ. അത് നിങ്ങൾ യേശു ജനിച്ച നമ്മുടെ പലസ്തീനിലെ ബത്ലഹേമിൽ പോയിട്ട് അവിടുത്തെ പള്ളിയിൽ അച്ഛനിട്ട് പോയാലും കേരളക്കാരനാണെന്ന് പറയുമ്പം അച്ഛനൊരു ഭയങ്കര ഒരു സ്നേഹമാണ്. കാരണം കേരളം ഭയങ്കര ഒരു ഇതാണ് കേട്ടോ, ഒരു ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസിൽ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പോപ്പ് ഇലക്ഷനിൽ ഒരു മലയാളി അച്ഛൻ പോലും പോപ്പ് ഇലക്ഷനിലുണ്ടായിരുന്നു, പോപ്പായിട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഇലക്ഷനിൽ. അപ്പോൾ ഞാനിവിടെ ബീച്ചിൽ നിൽക്കുക. ഈ കല്ലുള്ളതുകൊണ്ട് ഇതിൻ്റെ സൗണ്ട് നോക്കിക്കോ. എന്താ വേരിലുള്ള ക്യാപ്സിക്കം കണ്ടോ, വേരിൽ മുളച്ചിരിക്കുന്നത് ക്യാപ്സിക്കം ഇല്ല, അതിന്റെ അവിടെ വേരിൽ ഇതാണ് കേട്ടോ, നമ്മുടെ വേരിൽ മുളച്ച. ഇത് കൊള്ളാലോ. ഇവിടെ റൂട്ടിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഇത് മുളച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ കുഞ്ഞുമുളക്, ചില്ലി, കാന്താരി. അത് ബട്ടർ ഫ്രൂട്ട് ആണ് കേട്ടോ. ബട്ടർ ഫ്രൂട്ടോ? ചെടിയാണ് അത്. അതെന്താ ബട്ടർ ഫ്രൂട്ട്? ബട്ടർ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ബട്ടർ അവക്കാഡോ കേട്ടോ ഈ കാണുന്നത്. വലുതുണ്ട്. അത് വലുത്. അതെല്ലാം നമുക്ക് അവിടെ 5-6 മരമുണ്ട്, 5 മരം. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കറ്റാർ വാഴ വെച്ചുള്ള സോപ്പ്. ഇവിടെ നമ്മുടെ റോസുകൾ. അത് തുമ്പോന്ന് പറയും, പാഷൻ ഫ്രൂട്ടിന്റെ വലിയ ടൈപ്പ്. അതല്ലേ ഈ കാണുന്നത് തുമ്പോ. അതിലിവിടെ 2-3 ഫ്രൂട്ട് ഉണ്ട്. ഇവിടെ കുറെ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. ഇത് ഗുനവന. ഇത് നമ്മുടെ ക്യാൻസറിനൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ മുള്ളാത്തി ചക്ക. ഇവിടെ ഫിഗാണ് കേട്ടോ, അത്തിപ്പഴം. ഇതവിടെയുണ്ട്. ഇത് കഴിക്കാറായിട്ട് റെഡിയാണ് കേട്ടോ, കഴിക്കാൻ റെഡിയാണ് ഇത്. ഇതാ നമുക്ക് ഞാനിങ്ങനെയാ തുറക്കാം കേട്ടാ.
ഇങ്ങനെ തുറക്കും ഞാൻ. എന്നിട്ട് വാഷ് ചെയ്താൽ മതി. പക്ഷെ എനിക്ക് ഇങ്ങനെ പൊടിയും കാര്യങ്ങളുള്ള കാരണം ഞാനിങ്ങനെ തുറന്നിട്ട് ഇതെല്ലാം തുറന്നിട്ട് ഇതാ. സിസ്റ്റർ വീഡിയോ പറഞ്ഞിട്ട് സിസ്റ്റർ ഇപ്പൊ ഫുള്ള് വീഡിയോ അല്ല. എന്റെ വീഡിയോ ഈ കാണുന്നത് പപ്പായ, ഇവിടെ നമ്മുടെ അവക്കാട. സിസ്റ്റർ പറഞ്ഞു ഇതിൽ നിന്നും വലുതാവുന്ന കേട്ടോ. വാവ്, ഇത് തന്നെ ഓൾറെഡി ഇത്ര ഉണ്ട് കേട്ടോ അവക്കാടോ. പിന്നെ ഇത് നമ്മുടെ പാവയ്ക്ക, വേറെ ഏതോ ഒരു സാധനം കൈവ. അതെന്താ കൈവ? പച്ച കളറിലിരിക്കും. ആ ആണ് കേട്ടോ കൈവ. സ്പാനിഷ് ആണോ കൈവ? ഇവിടെ നമ്മുടെ കോഴി. തറ എടുക്കണ്ട, തറ അഴുക്കായോണ്ട് എഡിറ്റ് ചെയ്യണം കേട്ടോ. തറ എടുക്കണ്ടാന്ന് സിസ്റ്റർ. ഇത് മാറ്റാം, നമുക്ക് ടൈൽസ് ഇടാം ഇവിടെ തറയിൽ എഡിറ്റ് ചെയ്ത്. ഒരു ഏരിയ ഇവിടെ ഫുള്ള് കൃഷിയാണ് കേട്ടോ. ഈ കാണുന്ന ഏരിയ നമ്മുടെ ഗിനി പിഗ് ആണ്. ഗിനി പിഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയ ഇതുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സാധനം. വാ, സ്പാനിഷിൽ എന്താ? കുയ്. സ്പാനിഷിൽ കുയ് എന്ന് പറയും കേട്ടോ. ഗിനി പിഗിന്റെ ഭക്ഷണമാണ് ഈ കാണുന്നത്. അതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് കിലോ ഒരു ഗിനി പിഗിന് ഇതിന് വരുന്നത് 600 രൂപയൊക്കെയാണ് കേട്ടോ. ഈ വലിപ്പമുള്ള 600 രൂപ. ഞാൻ എൻ്റെ കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു, അത് വന്ന് ഇവിടെ കൊണ്ടുവന്ന് കഴുകിയിട്ടു. ഇവിടെ താണ്ടേ ബീച്ചിൻ്റെ മുകളിൽ ഫുള്ള് ഇപ്പോഴും ഫോഗി ആയിട്ട് ഇരിക്കുവാണ്. ഇവിടെ ഫുള്ളൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ്. ഫുള്ള് പൊടിയും പടലവും. ലിമ എന്ന് പറയുന്നത് തലസ്ഥാന നഗരി, പെറുവിൻ്റെ തലസ്ഥാന നഗരി. ഭയങ്കര ഇതുപോലുള്ളൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞാൻ ഇതിൻ്റെ താഴോട്ട് പോവാം. ഞാൻ ഇവിടെ നിന്ന് ബീച്ചിൻ്റെ വ്യൂ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ ഇവിടെ നിന്ന് നമ്മുടെ ബീച്ച്, ഇവിടുത്തെ നമ്മുടെ ഒരു ഓവർ വ്യൂ. അവിടെ നമ്മുടെ സിസ്റ്റർ ഇന്ന് പണി ചെയ്യുക. ഇവിടെ ഗുനവന ജ്യൂസ്. ഇവിടെ ഭയങ്കര ലക്ഷറി ആണല്ലോ സിസ്റ്റർ. ഇത് ഞങ്ങളുടെ തോട്ടത്തിലുണ്ടായതാട്ടോ. ഇവിടത്തെ തോട്ടത്തിലുണ്ടായ വനവന. ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. മരിച്ചിനി കിഴങ്ങ്, ഇവിടെ കുക്കുംബർ, ഇവിടെ എന്തോ, അവിടെ പാവയ്ക്കെല്ലാം അയ്യോ പോയി. ഇതെന്താ? ഇത് ഇറച്ചി. ഇത് ബീഫാണോ? ഇത് ബീഫ്, പയറ്. ഈ കാണുന്നത് ഇതും പാവയ്ക്ക. ഇവിടെ ചോറില്ല കേട്ടോ. ചോറ്. ഇത് പാവയ്ക്ക അച്ചാറ്. സിസ്റ്റർ ഉണ്ടാക്കിയാണോ? അതെ, ഇത് ഞാൻ ഉണ്ടാക്കിയല്ല, ഞാൻ ഉണ്ടാക്കിയതാ. ഉച്ച ഫ്രഷായി. ഇനി ഞാൻ സെമിനാരിയിൽ പോവാണ്. നമ്മുടെ സിസ്റ്റർമാരോടെ സെമിനാരിയിലോട്ട് പോവാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. നമ്മുടെ പള്ളിയുടെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. പള്ളിയുടെ സെമിനാരിയാണ് ഈ കാണുന്നത്. നമ്മൾ ക്യൂ നിൽക്കുകയാണ് കേട്ടോ. എന്തോ ഒരു പ്രോഗ്രാമിന് വന്നതാണ് ഇവിടെ സെമിനാരിയിൽ നിന്ന്. കുറേ ആളുകളുണ്ടല്ലോ. നമ്മൾ എന്തിനാ വന്നേ? ബിസ്ക്കറ്റ്. അവര് മിഷന് പോകും. ആമസോൺ റിവറിലോട്ട് മിഷന് പോകും. അപ്പൊ അതിനുള്ള ഫണ്ട് ചെയ്യാനുള്ളതാണ് ഇത്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ബിസ്ക്കറ്റ് അല്ലേ? ലോഞ്ച് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള സാധനങ്ങളുണ്ട്, പലതരത്തിലുള്ള ബിസ്ക്കറ്റ്. സിസ്റ്റർ പറഞ്ഞ പോലെ നമുക്ക് ചായയും കടിയാണ് കേട്ടോ. ചായയും ബിസ്ക്കറ്റും. അതാണ് നമ്മുടെ ഈവന്റ്. ഇവിടെ കുറേ ആളുകൾ വന്നിട്ടുണ്ട്. ഒരു ചാരിറ്റി ഒരു പ്രോഗ്രാമാണ് കേട്ടോ. ചാരിറ്റിക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്താനായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. സിസ്റ്റർ പറഞ്ഞു ഇതിൽ ബിസ്ക്കറ്റ് ഉണ്ടെന്ന്. അല്ല, ബിസ്ക്കറ്റ് അല്ല, ഫുഡ് ഉണ്ടെന്ന്. സിസ്റ്റർ പറഞ്ഞു ബിസ്ക്കറ്റ് ആണെന്ന്. ഇതിൽ ബിസ്ക്കറ്റ് പോലും ഇല്ലാന്ന് തോന്നുന്നു എനിക്ക്. എന്താ? ഞാൻ വെറുതെ പറഞ്ഞ മണി. അതെ,
പുഷ്പ ഓപ്പണിംഗ് സെറിമണി. സിസ്റ്റർ കുഴപ്പമില്ല, ഒരു കേക്കൊക്കെ ഉണ്ട്. പിന്നെ എനിക്കറിയാം എല്ലാം ഉണ്ടെന്ന് നോക്ക്. കേക്ക് ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്, അനത കേക്ക് കേക്ക് താഴെ കിടന്നു. ഞാൻ ഉച്ചയ്ക്ക് നല്ലപോലെ കഴിച്ച പോലും ഇല്ല, നല്ല വിശപ്പ്. സാൻഡ്വിച്ച് ഉണ്ട്, ബണ്ണുണ്ട്, ജ്യൂസ് ഉണ്ട്. അതെ അതെ അതെ. നമ്മളിവിടെ പെട്ടിക്കഥ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനൊന്നും പറഞ്ഞില്ല. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇവിടുത്തെ ഇന്ത്യൻ സിസ്റ്റർമാരുണ്ടാക്കിയ ഒരു സാധനമാണ് കേട്ടോ. ഇന്ത്യൻ സിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളി സിസ്റ്റർമാരാണ്. അപ്പോൾ എനിക്കൊന്ന് പായസമാണെന്ന് തോന്നുന്നു കേട്ടോ. അതോ അവിടെ ഇരിക്കുന്ന കാണുന്നതാണ് കേട്ടോ നമ്മുടെ മലയാളി സിസ്റ്റർമാർ, അവരുണ്ടാക്കിയതാണ്. ഇവിടെ വലിയ അടിപൊളി പരിപാടി കേട്ടോ. കുറേ ആളുകൾ ഇവിടെ എല്ലായിടത്തുണ്ട്. ഈ കാണുന്ന നമ്മുടെ ഒരു മലയാളി അച്ഛനാണ് കേട്ടോ, നമ്മുടെ ജോസഫ് അച്ഛൻ. അച്ഛാ നമസ്കാരം. നമസ്കാരം. എന്താ പറയാനുള്ളത്, എന്താ ഇവിടെ പ്രോഗ്രാം? സന്തോഷം. ഞങ്ങൾ ആമസോണിൽ ഒരു മിഷൻ പ്രവർത്തനത്തിന് പോവുകയാണ്. ഇതിന് ഭാഗമായിട്ട് അതിനെ കുറച്ച് ഫണ്ട് കളക്ട് ചെയ്യേണ്ട ഒരു ഫണ്ട് റൈസിങ് ഇവന്റ് ആണ് നടന്നത്. ഓക്കെ. അച്ഛൻ എത്ര വർഷമായി ഇവിടെ? ഞാനിവിടെ വന്നിട്ട് 21 വർഷമായി. 21 വർഷമായി. അതിനു മുമ്പ് വേറെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലായിരുന്നു? ബൊളീവിയയിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ കുറച്ച്. ബൊളീവിയയിൽ 6 വർഷം ബൊളീവിയയിൽ. ഇവിടെ ധാരാളം മലയാളികളുണ്ടോ അച്ഛന്മാരൊക്കെ? വളരെ 2-3 അച്ഛന്മാർ മാത്രമേ ഉള്ളൂ ഇവിടെ എൻ്റെ കോൺഗ്രിഗേഷനിൽ. വേറെ കോൺഗ്രിഗേഷനിൽ കുറേ വേറെ. ലിമയിലെല്ലാം കൂടി? അല്ല സോറി, പെറുവിലെ. ലിമയിലെ എൻ്റെ കോൺഗ്രിഗേഷനിൽ വേറെ ആരുമില്ല. പെറുവിലോ? പെറുവില് 3 പേരാണ് മൊത്തം. വേറെ കോൺഗ്രിഗേഷനിൽ ഒത്തിരി അച്ഛന്മാർ ധാരാളം. കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക് യു അച്ഛാ. ഇന്നത്തെ ദിവസം കഴിഞ്ഞു, നല്ല തളർന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിച്ചിരിക്കുന്നു. നമ്മളെല്ലാവരും വീട്ടിൽ വന്നു. ഞാൻ കിടക്കാൻ വേണ്ടി പോവാണ്. ഞാൻ പാഷൻ ഫ്രൂട്ട് മാത്രം കഴിക്കുന്നു, ഡിന്നറൊന്നും കഴിക്കുന്നില്ല കേട്ടോ. പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ ഭയങ്കര കോമൺ ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ, പാഷൻ ഫ്രൂട്ട് ജ്യൂസ്. രാവിലത്തേക്കുള്ള വെള്ളം. ഞാൻ എൻ്റെ റൂമിലോട്ട് പോവാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്.